അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് റൈറ്റ് ഹാൻഡ് മൂവ് ആണ്. റൈറ്റ് ഹാൻഡ് മൂവ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഈ കേസിലിപ്പോൾ ബേസാക്കി എടുത്ത റെഡാണ്. അപ്പോൾ ഈ റെഡിൽ നമുക്ക് ഈ റെഡിൻ്റെ ഈ ഒരു ലെയർ മൊത്തം ഫില്ല് ചെയ്യണം. ഇവിടെയും റെഡ് വേണം. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് മൂവും ലെഫ്റ്റ് ഹാൻഡ് മൂവും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം റൈറ്റ് ഹാൻഡ് മൂവ് തന്നെ പഠിക്കാം. റൈറ്റ് ഹാൻഡ് മൂവ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ലെയർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു നോക്കുക, ഈ റെഡ് ഇവിടെ എത്തിക്കണം. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ എടുക്കുക, അതായത് ഈ ഫസ്റ്റത്തെ ലെയർ. റൈറ്റ് ഹാൻഡ് മൂവ് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഈ അടിയിൽ നിന്ന് നേരെ മേലോട്ട് ഒന്നെടുക്കുക. ശേഷം നേരെ ഒരു ലെയർ ലെഫ്റ്റിക്ക് കൊണ്ടുപോവുക. പിന്നെ നമ്മളിപ്പോൾ മേലോട്ട് എടുത്ത ലെയർ തന്നെ താഴോട്ട് തന്നെ എടുക്കുക. പിന്നെ ഇങ്ങോട്ട് എടുത്ത ലെയർ തിരിച്ചു ഇങ്ങോട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ റൈറ്റ് ഹാൻഡ് മൂവ് എന്ന് പറഞ്ഞാൽ. റൈറ്റ് ഹാൻഡ് മൂവ് പറയുന്നത് റൈറ്റിലുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ റൈറ്റിലുള്ളത് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് മൂവ്, ലെഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മൂവ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ അതുപോലെ സ്റ്റെപ്പ് ചെയ്യണതാ. ഈ ഫസ്റ്റ് ലെയർ മേലോട്ട് എടുക്കുന്നു, നേരെ ലെഫ്റ്റിക്ക് എടുക്കുന്നു, അതായത് ഇവിടെ പിടിച്ച ലെഫ്റ്റിക്ക് എടുക്കുന്നു, മേലോട്ട് എടുത്ത് തിരിച്ച് താഴോട്ട് തന്നെ എടുക്കുന്നു, പിന്നെ ഇങ്ങോട്ട് തന്നെ എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റെഡ് ഇവിടെത്തി. നമുക്ക് നേരത്തെ ഇതിൻ്റെ വീഡിയോ കണ്ടാൾക്ക് മനസ്സിലാവും, സോൾവ് ചെയ്യുന്ന വീഡിയോ കണ്ടാൾക്ക്. അപ്പോൾ അതിൽ കാണാം ഈ ഒരു ബ്ലൂവിൻ്റെ അടുത്താണ് റെഡ് ഉള്ളത്. ഈ റെഡാകുമ്പോൾ ഫിനിഷ് ചെയ്യാനുള്ളത് ഇവിടേക്ക് എത്തിക്കേണ്ടി വരും. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ അടുത്ത് കൊണ്ടെത്തുക. അപ്പോൾ നമുക്കിനി റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്ന ഈ സ്റ്റേജിൽ വരുന്ന ഈ ബ്ലൂവിൻ്റെ റൈറ്റിലാണ് ഈ റെഡ് ഉള്ളത്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യണം. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് ബ്ലൂവിൻ്റെത്, അവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് മൂവാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇതിൻ്റെ റൈറ്റിലായതുകൊണ്ട് റൈറ്റ് ഹാൻഡ് മൂവ്, ലെഫ്റ്റിലായതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് മൂവാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റൈറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒന്ന് മേലോട്ട് എടുക്കുന്നു, നേരെ ലെഫ്റ്റിക്ക് എടുക്കുന്നു, മേലോട്ട് എടുത്ത് താഴോട്ട് തന്നെ എടുക്കുന്നു, പിന്നെ ലെഫ്റ്റിക്ക് തന്നെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കട്ട ഫിനിഷായി. അപ്പോൾ ഇതാണ് റൈറ്റ് ഹാൻഡ് മൂവ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? റൈറ്റ് ഹാൻഡ് മൂവ് സിമ്പിളാട്ടോ. ഇനി വേണമെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇതുകൂടി കാണിച്ചു തരാം. റൈറ്റ് ഹാൻഡ് മൂവ് തന്നെ കണ്ടോളിയാ. നേരെ മേലോട്ട് എടുക്കുന്നു, ലെഫ്റ്റിക്ക് എടുക്കുന്നു, മേലോട്ട് എടുത്ത് താഴോട്ട് തന്നെ എടുക്കുന്നു, പിന്നെ ലെഫ്റ്റിക്ക് എടുത്ത് റൈറ്റിക്ക് തന്നെ എടുക്കുന്നു. സിമ്പിൾ. ഇനി ഒന്നുകൂടി കാണിച്ചു തരാം. ആണെങ്കിൽ ഇതിപ്പോൾ ഗ്രീൻ ആയതുകൊണ്ടാണ്, നേരത്തെ ബ്ലൂ ആയതല്ലോ ഇവിടെ, അപ്പോൾ ഗ്രീനാണല്ലോ. അപ്പോൾ ഗ്രീനിൻ്റെ ഫേസ് ഇതായതുകൊണ്ട് ഗ്രീനിൽ കൊണ്ടുവച്ച്. ഇനി ഒന്ന് റൈറ്റ് ഹാൻഡ് മൂവ് കണ്ടോളിയാ. മേലോട്ട് എടുക്കുന്നു, ലെഫ്റ്റിക്ക് ഈ മുകളിലത്തെ ലെഫ്റ്റിക്ക് എടുക്കുന്നു, നേരെ മേലോട്ട് എടുത്ത് താഴോട്ട് തന്നെ എടുക്കുന്നു, പിന്നെ റൈറ്റിക്ക് തന്നെ എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഈസി ആയിട്ട് കഴിയും. ഇനി ഞാൻ ലെഫ്റ്റ് ഹാൻഡ് മൂവ് കാണിച്ചു തരാം. ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് റെഡ് കാണുന്നുണ്ട്. ഈ റെഡ് ഇവിടെ എത്തിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഭാഗം എത്തിയിട്ട് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് അതുള്ളത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യാണ്. അതായത് നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇപ്പോൾ മേലോട്ട് എടുക്കുക, നേരത്തെ നമ്മൾ ആദ്യം തന്നെ ഇടത്തോട്ടാണ് തിരിച്ചതിന്, അതായത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടാണ് തിരിച്ചതിന് നേരത്തെ. അപ്പോൾ ഇത് നേരെ നമ്മൾ റൈറ്റിക്ക് തിരിക്കേണ്ടത്, അതായത് നേരെ മേലോട്ട് എടുത്തിട്ട് റൈറ്റിക്ക് തിരിക്കുക, താഴോട്ട് തന്നെ എടുക്കുക, പിന്നെ അത് ലെഫ്റ്റിക്ക് തിരിക്കുക, നേരെ ഓപ്പോസിറ്റ് നേരത്തെ. ഒന്നുകൂടി ചെയ്യുക, സെയിം സ്റ്റെപ്പ്. മേലോട്ടെടുത്ത് റൈറ്റിക്ക് തിരിച്ച്, പിന്നെ താഴോട്ട് തന്നെ എടുത്ത്, പിന്നെ ലെഫ്റ്റിക്ക് തന്നെ തിരിച്ച്. സിമ്പിൾ. ഇനി ഒന്നുകൂടി ചെയ്യുകയാണെങ്കിൽ മേലോട്ടെടുത്ത് ലെഫ്റ്റിക്ക് എടുത്ത് റൈറ്റിക്ക് എടുത്ത് താഴോട്ട് തന്നെ എടുത്ത്, പിന്നെയും ലെഫ്റ്റിക്ക് തന്നെ എടുത്ത്. സിമ്പിൾ കേട്ടോ. ഇവിടെ ഒന്നുകൂടി ചെയ്ത് കാണിച്ചിടാം. മേലോട്ട് എടുക്കുന്നു, റൈറ്റിക്ക് എടുക്കുന്നു, താഴോട്ട് എടുക്കുന്നു, പിന്നെ ലെഫ്റ്റിക്ക് തന്നെ എടുക്കുന്നു. സിമ്പിൾ. ഒന്നുകൂടി വേണം ചെയ്യേണ്ടതാ. മേലോട്ട് എടുക്കുന്നു, റൈറ്റിക്ക് എടുക്കുന്നു, താഴോട്ട് എടുക്കുന്നു, ലെഫ്റ്റിക്ക് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണിക്കും ഇവിടെയൊക്കെ ഫിനിഷ് ആയിട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതിനിടയിൽ കൂടി ഫിനിഷ് ആകുന്നതാണ്. ഒന്നുകൂടി ലെഫ്റ്റ് ഹാൻഡ് മൂവ് കാണിച്ചുതരാം. ഓക്കെ, ഇതിൻ്റെ നേരെ കൊണ്ടുവച്ചിട്ടതും ഒന്നാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഇത് കൊണ്ടുവച്ച് റൈറ്റ് റെഡ്. ലെഫ്റ്റ് ഹാൻഡ് മൂവ് ആണ് നമ്മൾ ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് മൂവ് നോക്കി വെച്ചോളൂ. മേലോട്ട് എടുക്കുന്നു, റൈറ്റിക്ക് എടുക്കുന്നു, താഴോട്ട് തന്നെ എടുക്കുന്നു, പിന്നെ ലെഫ്റ്റിക്ക് തന്നെ കൊണ്ടുപോകുന്നു. മേലോട്ട് റൈറ്റിക്ക്, താഴോട്ട് ലെഫ്റ്റിക്ക്. ഇപ്പോൾ ഈ ഗ്രീൻ്റെ അവിടെ നേരത്തെ ആ വീഡിയോ കണ്ടൊക്കെ നല്ലോണം മനസ്സിലാവും ഇതെങ്ങനെ മനസ്സിലാവുന്നുള്ളത്. അതായത് ഗ്രീൻ്റെ ഫേസിലാണുള്ളത്, റെഡാണുള്ളത്. ഇനി ഇതിപ്പോൾ താഴത്തെത്തുമ്പോൾ നോക്കിക്കോളേ. ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റിക്ക് മേലോട്ട് എടുക്കുന്നു, റൈറ്റിക്ക് എടുക്കുന്നു, താഴോട്ട് തന്നെ തിരിച്ചെടുക്കുന്നു, പിന്നെ ലെഫ്റ്റിക്ക് എടുക്കുന്നു. സോ ഇത് ഫിനിഷായി. റൈറ്റ് ഹാൻഡ് മൂവ്, ലെഫ്റ്റ് ഹാൻഡ് മൂവ് ഫിനിഷായി. ഇനി ഞങ്ങൾ സ്പീഡ് കാണിച്ചു തരാം. റൈറ്റ് ഹാൻഡ് മൂവ് നമുക്ക്
പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ സുഖമാണ്. അപ്പോൾ സ്പീഡിൽ ചെയ്ത് ഇത് പഠിച്ചെടുക്കണം ആദ്യം. ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ റൂബിക്സ് ക്യൂബ് ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ, അതായത് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നുവെച്ചാൽ ഇങ്ങനെ ഈ ഒരു വേഗത നമുക്ക് കിട്ടണം. കണ്ടോ, ഈ ഒരു വേഗത നമുക്ക് കിട്ടണം. അത് ഇത് പിടിക്കുന്നൊരു രീതിയുണ്ട്, വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ നമ്മളെ തമ്പ് ഈ തള്ളവിരൽ അടിയിൽ വെക്കുക, എന്നിട്ട് ഏതെങ്കിലും വിരൽ, ഇതിപ്പോൾ ഇതായാലും കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമില്ല, പരമാവധി സെൻറ്റർ വിരൽ നടുവത്തെ വിരൽ ഇവിടെ വെക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഈ ഒരു പോർഷനിൽ ഇതും പിടിക്കുക, അതായത് നടുവത്തെ തള്ളവിരലുകൊണ്ട് നടുവത്തെ പിടിക്കുക. ഇനി വേണമെങ്കിൽ ഇതെടുത്തിട്ട് ബാക്കിൽ പിടിക്കുക, നേരെ ബാക്കിൽ, അതെ ഈ രണ്ട് ഭാഗത്തുമായിട്ട്. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തള്ളവിരൽ ഈ സെൻറ്ററിലുള്ള ലൈമിലും മറ്റേ നടുവത്തെ വിരൽ നേരെ ഓപ്പോസിറ്റുള്ള ലൈമിലും വെക്കുക, നേരെ ഓപ്പോസിറ്റുള്ള. അത് കട്ട മൂവ് ചെയ്യാണ്ടിരിക്കാനാണ്. നമ്മൾ ഇങ്ങനെ തിരിക്കാകുമ്പോൾ ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഈ 2-3 വിരൽ സപ്പോർട്ടും ചെയ്യാം. അതായത് കാണിച്ചാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വിരൽ, ഈ 2 വിരലുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാം. ശേഷം ഇത് പിടിക്കുക, അതായത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരൽ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, നേരെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വിരലുണ്ടല്ലോ, ഈ വിരൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വിരൽ ഇവിടെ എത്തിക്കുക, ഇതാ, എന്നിട്ട് ഇങ്ങോട്ട് തട്ടുക. എന്നിട്ട് ഈ വിരലുകൊണ്ട് തന്നെ ഇത് താഴോട്ട് തട്ടുക. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഓക്കെ, അതായത് റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ ഈ വിരലുകൊണ്ട് മേലോട്ട് എടുക്കുമ്പോൾ തന്നെ ഈ വിരലോട് കൂടെ തട്ടിക്കുക, അതായത് ലെഫ്റ്റൊക്കെ തട്ടിക്കുക. എന്നിട്ട് ഈ വിരലോട് തന്നെ താഴോട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചൂണ്ട് വിരലുണ്ടല്ലോ, ഈ ചൂണ്ട് വിരലോണ്ട് തിരിച്ചും തട്ടിക്കുക. ഓക്കെ, ഇത് കുറച്ച് നമ്മൾ ചെയ്യുമ്പോൾ താനേ നമ്മളെ കൈ ഇങ്ങനെ വന്നോളൂ. നമ്മൾ കുറച്ചിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ഇങ്ങനെ സ്പീഡ് കിട്ടണമെന്നില്ല. നിങ്ങൾ മെല്ലെ മെല്ലെ ചെയ്യുമ്പോൾ ഈ സ്പീഡ് നിങ്ങൾക്ക് കിട്ടും എന്തായാലും, അത് ഉറപ്പാണ്. അത് ലെഫ്റ്റ് ഹാൻഡ് മൂവ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിത് ചെയ്ത് വന്നോന്നല്ലേനു. ദിവസം കുറേ കഴിഞ്ഞപ്പോൾ താനേ നമ്മളെ കൈ ഈ ഒരു പൊസിഷനിൽ എത്തിപ്പെടുന്നതാണ്. ലെഫ്റ്റ് ഹാൻഡ് മൂവ് അങ്ങനെ തന്നെ. നമ്മൾ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി അതിനൊരു ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇൻ കേസ് നമ്മളിപ്പം ലെഫ്റ്റ് ഹാൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് മൂവ് ആയിരിക്കും കുറച്ചുകൂടി സ്പീഡ് ചെയ്യാൻ പറ്റുക. ഞാൻ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ടാണ് എനിക്ക് റൈറ്റോട് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അതിനും ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മൂവ് നമുക്ക് എത്ര വട്ടം ചെയ്യണം സാധിക്കണമെന്നില്ല, എന്നാലും അത്യാവശ്യം സ്പീഡിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യാം നമുക്ക്, പക്ഷേ ആ ഒരു സുഖം കിട്ടൂല, മനസ്സിലായോ? അപ്പോൾ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു സുഖം കിട്ടൂല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാദ്യം പഠിച്ച് വെക്കുക. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് കുറേ സ്ഥലത്ത് ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, കുറേ സ്ഥലത്ത് ഈ റൈറ്റ് ഹാൻഡ് മൂവ് ലെഫ്റ്റ് ഹാൻഡ് മൂവ് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് കുറേ ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ സ്പീഡാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും ഈ സാധനം, ഈ റൂബിക്സ് ക്യൂബ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ബാക്കി മറ്റേ വീഡിയോ കണ്ടുവന്നവരാണെങ്കിൽ അതിൻ്റെ ബാക്കി പോയി വീഡിയോ കാണാം. ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് നേരെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കി കഴിഞ്ഞാൽ നേരെ അവിടേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഗുഡ് ബൈ.